നമസ്കാരം. ഇന്ന് മാധവിക്കുട്ടിയുടെ എൻ്റെ ചെറിയ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒരു കഥ. ചിത്തഭ്രമം. അരുണയ്ക്ക് ചിത്തഭ്രമം തുടങ്ങിയിരിക്കുന്നു എന്ന് പലരിൽ നിന്നും കേട്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ വാർത്ത വിശ്വസിക്കുവാൻ തയ്യാറായത്. ഡൽഹിയിൽ നിന്ന് വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവളുടെ വീട്ടിലേക്ക് ചെന്നു. വാതിൽ തുറന്നത് അവളുടെ സുന്ദരിയായ നേപ്പാളി ഭൃത്യയാണ്. അവൾ വെറ്റിലക്കറ പിടിച്ച പല്ലുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ചിരിച്ചു. "നിന്റെ യജമാനത്തി എവിടെ?" ഞാൻ ചോദിച്ചു. "യജമാനത്തി ദീനം പിടിച്ച് കിടക്കുകയാണ്," അവൾ പറഞ്ഞു. "5-6 മാസമായി തുടങ്ങിയിട്ട്." അവൾ ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് ചെന്നപ്പോൾ ഒരു മുഷിഞ്ഞ ചുവന്ന സാരിയും ചുറ്റി ചുമരം നോക്കി കട്ടിന്മേലിരിക്കുന്ന അരുണയെ ഞാൻ കണ്ടു. "എന്തു പറ്റി അരുൺ?" ഞാൻ ചോദിച്ചു. "എങ്ങനെ നീ ഇത്ര മെലിഞ്ഞു?" അവൾ എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ചു. വിയർപ്പിൻ്റെ മണമുണ്ടായിരുന്നു അവളുടെ തലമുടിക്ക്. അരുണ എൻ്റെ കഴുത്തിൽ കൈകൾ ചുറ്റിക്കൊണ്ട് എൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. "എന്തുകൊണ്ട് നീ ഇത്രകാലം എന്നെ കാണാൻ വന്നില്ല?" അവൾ ചോദിച്ചു. "നിനക്കും എന്നെ കണ്ടുകൂടാതായോ?" "നിന്നെ ആർക്കാണ് കണ്ടുകൂടാതായത്?" ഞാൻ ചോദിച്ചു. "അദ്ദേഹത്തിന്." "ഇതെനിക്ക് വിശ്വസിക്കാൻ വയ്യ അരുൺ. നീ തെറ്റിദ്ധരിച്ചിരിക്കണം. നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ലല്ലോ." അരുണ കിടക്കയിൽ ചെന്ന് കിടന്നു. "അതൊക്കെ പറഞ്ഞാൽ നീ വിശ്വസിക്കുകയില്ല വിമലേ," അവൾ പറഞ്ഞു. "ഞാൻ പറയുന്നത് ഈയിടെയായി ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് ഭ്രാന്താണത്രേ. ഞാൻ കുട്ടിയെ ഉപദ്രവിക്കും അത്രേ. ഞാൻ കത്തി കണ്ടാൽ അതെടുത്ത് ആളുകളെ ഭീഷണിപ്പെടുത്തും അത്രേ. ഇതൊക്കെ നീ കേട്ടിരിക്കുമല്ലോ." "ഇതൊക്കെ ആരാണ് പറഞ്ഞു വരുത്തുന്നത്?" ഞാൻ ചോദിച്ചു. "അദ്ദേഹം, പിന്നെ എല്ലാവരും. ഇപ്പോൾ കുട്ടി കൂടി എൻ്റെ അടുത്തേക്ക് വരാതായി. അവളെ അദ്ദേഹത്തിൻ്റെ അമ്മ കൊണ്ടുപോയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഒരിക്കൽ ഞാൻ കരഞ്ഞ് ലഹള കൂട്ടിയപ്പോൾ അദ്ദേഹം അവളെ കൊണ്ടുവന്നു. പക്ഷേ അവൾ വാതിൽക്കൽ നിന്നിട്ട് പറയുകയാണ് മമ്മി ഭ്രാന്തത്തിയാണെന്ന്." "ഇതൊക്കെ എപ്പോഴാണ് തുടങ്ങിയത്?" ഞാൻ ചോദിച്ചു. "എനിക്ക് ഓർമ്മ വരുന്നില്ല," അരുണ പറഞ്ഞു. "എനിക്ക് സമയത്തെപ്പറ്റി ഒരു പിടുത്തവുമില്ലാതെ തീർന്നിരിക്കുന്നു. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു അത്രേ. കത്തിയെടുത്ത് പിന്നാലെ ഓടിയത്രേ. പറയൂ വിമലെ, ഇതൊക്കെ ഞാൻ ചെയ്യുമോ?" ഞാൻ തലയാട്ടുക മാത്രം ചെയ്തു. "എന്നെ അയൽക്കാർക്കും പേടിയാണ്. അവർ വേലക്കാരിയോട് ചോദിച്ചു അത്രേ എന്തുകൊണ്ട് അദ്ദേഹം എന്നെ ഒരു ഭ്രാന്താലയത്തിലേക്ക് അയക്കുന്നില്ല എന്ന്." "ഇതാര് പറഞ്ഞു?" ഞാൻ ചോദിച്ചു. "അവൾ തന്നെ, ഫുൽമതി. നിനക്കവളെ പരിചയമുണ്ടല്ലോ. ഇപ്പോൾ ഈ വീട്ടിലെ റാണിയാണവൾ. അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ കിടക്കുവാനും കൂടി തുടങ്ങി." "ഇല്ല അരുൺ, ഇതൊന്നും ശരിയല്ല. നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാവും," ഞാൻ പറഞ്ഞു. അരുൺ പെട്ടെന്ന് കമിഴ്ന്നു കിടന്നു. "എന്നെ ആരും വിശ്വസിക്കില്ല," അവൾ പിറുപിറുത്തു. "നീ എന്തുകൊണ്ട് ഇവിടം വിട്ടു പോകുന്നില്ല?" ഞാൻ ചോദിച്ചു. "നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഈ അപമാനമൊക്കെ സഹിച്ച് നീ ഇവിടെ എന്തിനാണ് താമസിക്കുന്നത്? നിനക്ക് നിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കൂടെ?" "അത് വയ്യല്ലോ വിമലേ," അരുണ പറഞ്ഞു. "രാത്രി ഇടയ്ക്ക് ഞാൻ വെളിച്ചം കത്തിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ചെരിഞ്ഞു കിടന്നുറങ്ങുന്നത് കാണാം. 2 കാലുകളും മടക്കി വെച്ച് ഒരു കൈപ്പത്തിമേൽ മുഖം ചാരിക്കൊണ്ട് ഒരു ചെറിയ ആൺകുട്ടിയുടെ മട്ട്. അദ്ദേഹം എന്ത് സുന്ദരനാണ് വിമൽ. ആ കിടപ്പ് കണ്ടാൽ എല്ലാ വ്യസനങ്ങളും മറക്കും. ഇല്ല, ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ വിട്ടു പോവില്ല. നിനക്ക് മനസ്സിലാവുന്നില്ലേ വിമലേ?" നന്ദി.